കണ്ണനെ ഫാൻസി ഡ്രസ്സിന് വേണ്ടി കോസ്റ്റ്യൂം തയ്യാറാക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ണന് കൾച്ചറൽ ഫെസ്റ്റ് വന്നപ്പോഴത്തേക്കും കോമ്പറ്റീഷൻസിൻ്റെയൊക്കെ ലിസ്റ്റ് വന്നപ്പോൾ ഫാൻസി ഡ്രസ്സ് അതിൽ കണ്ടപ്പോൾ ഒരു 10 പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചേർക്കണോ വേണ്ടി ചേർക്കണോ വേണ്ടി ചേർക്കണോ വേണ്ടിയെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് ചേർക്കാമെന്ന്. കാരണം കണ്ണന് ഇതുവരെ ഞാൻ ഒരു പരിപാടിക്കും അങ്ങനെ ചേർത്തിട്ടില്ല. പിന്നെ ഇതിലൊക്കെ ചേർത്താനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കിടന്ന് ഈ കഷ്ടപ്പെടണം. എന്താക്കണമെങ്കിലും അതിൻ്റെ കോസ്റ്റ്യൂം ഉണ്ടാക്കണമെങ്കിലും എങ്ങനെ എവിടെ നിന്നൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിക്കണം. അപ്പം എനിക്കതൊന്നും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് പിന്നെ എന്തായാലും കൊച്ച് എന്തിനെങ്കിലുമൊക്കെ ഒന്ന് ചേരണ്ടേ, അവനും താല്പര്യമുണ്ടായി. അങ്ങനെയാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. ഫാൻസി ഡ്രസ്സിന് ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തത് പിന്നെ ഇനി എന്താക്കും എന്നായിരുന്നു. അങ്ങനെ കുറേ സെർച്ച് ചെയ്താണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ ഇതിന് ചാട്ടൊക്കെ ഞാൻ വാങ്ങിയത് തിങ്കളാഴ്ചയാണ്, അതായത് ബുധനാഴ്ചയാണ് പരിപാടി എങ്കിൽ തിങ്കളാഴ്ചയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. 2 ആഴ്ച മുമ്പിലാണ്ടായിട്ട് ഞാൻ അനങ്ങാൻ കൊടുത്തില്ല എന്നല്ല, ഓരോരോ തിരക്ക് കാരണമൊക്കെ ഇത് വിട്ടുപോയി. പിന്നെ കുത്തിരുന്നത് ഉണ്ടാക്കൽ തന്നെയായിരുന്നു. പീലി ഉറങ്ങുമ്പോഴും പീലി എണീറ്റിരിക്കുമ്പോഴും പീലീനെ മടിയിലിരുത്തി ബഹളം വെക്കുമ്പോൾ കൊണ്ടുനടന്നു. ഒരു കണക്കിനാണ് ഞാനിത് ഉണ്ടാക്കി തീർത്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് പരിപാടിയും ഞാൻ തീർത്തു. പിന്നെ ഇതിൻ്റെ കണ്ണനെ അവിടെ ചെന്ന് പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ബുധനാഴ്ച ഉച്ചക്കായിരുന്നു കേട്ടോ എൻ്റെ ഫാൻസി ഡ്രസ്സ്. അപ്പോൾ ഉച്ചക്കാണ് ഞാൻ അവനെയും കൊണ്ട് സ്കൂളിലോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഉണ്ണിയാഴ്ച നടക്കുന്നുണ്ട്. ആ ഉണ്ണിയാഴ്ചയും പിന്നെ ഒരു കൊയ്യാൻ നടക്കുന്ന ഒരു കൊയ്ത്തുകാരി ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും പീലിയുടെ പുറകെ നടക്കായിരുന്നു. പീലീനെ ഇങ്ങനെ പുന്നാരിച്ച് പീലി ആ സമയപ്പോഴത്തേക്ക് ഉറക്കം എനിറ്റായിരുന്നു. അങ്ങനെ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കും ചെസ്റ്റ് നമ്പർ മേടിച്ചിട്ട് ഞങ്ങൾ കോസ്റ്റ്യൂം ഇട്ടു. ഈ സെയിം ഒരു കിളി അവിടെ വേറെയും ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്പർ 1 ആയിരുന്നു. അത് കയറി കഴിഞ്ഞാണ് ഞാൻ ഇവനെ റെഡിയാക്കിയത്. ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കിയ സാധനം. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ കണ്ണൻ കയറുന്നതിൻ്റെ ടെൻഷൻ മൊത്തം എനിക്കായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു നിനക്കൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ നീ ഒന്ന് താങ്ക് യു പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ പറഞ്ഞാണ് ഞാൻ കയറ്റി വിട്ടത്. ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റാണ്. കാരണം ഇതിൻ്റെ പരിപാടികളൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ എൻ്റേതായ ഒരു ഐഡിയക്കൊക്കെ വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എൻ്റെ കിളി പിന്നെ പറന്നൊന്നുമില്ല. അവിടെ നിന്ന് 2 ഡയലോഗും പറഞ്ഞിട്ട് താങ്ക് യുവും പറഞ്ഞിട്ട് എൻ്റെ കിളി ഇറങ്ങി. ഞാൻ അവിടെ സ്റ്റേജിൽ വട്ടം കറങ്ങി പറക്കണമെന്നൊക്കെ പറഞ്ഞാൽ കയറ്റി വിട്ടത്. അവൻ ആ ബാക്കും കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല. എന്തായാലും കൊച്ച് അത്രയെങ്കിലും ചെയ്തല്ലോ, ആദ്യത്തെ ശ്രമമല്ലേ. അപ്പം അത്രയെങ്കിലും ചെയ്തതുകൊണ്ട് സന്തോഷമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല എൻ്റെ. അപ്പം ഞാൻ പുറത്ത് നിർത്തി അവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച്. കണ്ട ഇപ്പം കിടത്ത് ചിറകിട്ടടിക്കണ കണ്ട. ഇവൻ പിന്നെ ഇവൻ്റെ കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറും. പിന്നെ അവന് കളിക്കണം എന്നൊരു ചിന്തയാകും. അതുവരെ നമ്മൾ പഠിപ്പിച്ച് വെച്ച സാധനമൊക്കെ അവൻ മറക്കും. ഇനി അതിലാണ് ആ സെൻറ്റൻസ് മറന്നു പോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പം ഇത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.